ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മകളെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ലെന്നുമാണ് അച്ഛൻ്റെ അമ്മയുടെയും മറുപടി. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം എന്നെ വിറ്റ കാശാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയാം. പിന്നെ നിങ്ങളെ സംരക്ഷിക്കാനേ ആ പുറത്ത് നിൽക്കുന്ന ആ രണ്ടാൾക്കാരൊന്നും പോരാ, വീടിന് ചുറ്റും ആൾ വേണമെന്നും ഗീതു ഭീഷണി അങ്ങ് പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ല. നീ ഒന്നിലും ഒപ്പിട്ടിട്ടുമില്ല, നിന്നെ ഞങ്ങൾ ഒരിടത്ത് പണയം വെച്ചിട്ടുമില്ല. ആ ഒരു ഉറപ്പ് നിനക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ മോളെ ഞങ്ങളെ വെറുതെ നീ വന്ന് സംശയിക്കുന്നതെന്ന് അച്ഛൻ. അപ്പം അതേ മോളെ അമ്മ. ഇനിയിപ്പം ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ആരെങ്കിലും ഇത്തിരി പണം തന്ന് സഹായിച്ചാലേ അതിന് മോളെന്തിനാ എതിർക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നെ ചതിച്ചിട്ടാണ് ഈ നിൽപ്പ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലെന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പൈസ തരണമെങ്കിൽ അത് രാധികയെ തരികയുള്ളൂ. രാധികാമ്മ നിങ്ങൾക്ക് അങ്ങനെ പൈസ തരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുണം അവർക്ക് കിട്ടണം. അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ പിറകിൽ അവർക്ക് ഗൂഢമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ ഗീതു അന്നേരം പറഞ്ഞു. സത്യം പറ, അവരാണോ നിങ്ങൾക്ക് ക്യാഷ് തന്നത്? എന്തിനാ നിങ്ങൾക്ക് അവർ ക്യാഷ് തന്നത്? അയ്യോ, ഞങ്ങൾ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല മോളെ. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ക്യാഷ് കിട്ടിയത്? അത് ചിലപ്പോൾ ലോട്ടറി അടിച്ചതാവും, അല്ലെങ്കിൽ വഴി കിടന്ന് കിട്ടിയതാവും, അല്ലെങ്കിൽ ആരെങ്കിലും തന്നതാവും. എന്തായാലും നീ അത് അറിയേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ. അതെ, എന്നെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ എനിക്കറിയണ്ടേന്ന് ഗീതു. അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞ അമ്മ. ഞങ്ങൾക്ക് എവിടുന്നാ പൈസ കിട്ടിയതെന്ന് പറയാനേ ഇപ്പം മനസ്സില്ലെന്ന അമ്മ, മനസ്സില്ലെന്ന അച്ഛനും. നീ വേണേ പോയി കണ്ടുപിടിക്കടി എന്ന് പറഞ്ഞ അമ്മ. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അതിന് യാതൊരു മാറ്റമില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണെന്ന് അറിഞ്ഞാലേ ഞാൻ ഒരു വരവ് കൂടി ഇങ്ങോട്ടേക്ക് വരും. ആ വരവ് ചുമ്മാതെ ആയിരിക്കല്ലെന്നും പറഞ്ഞ് മകൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും കൂടെ അവളെങ്ങാനും കണ്ടുപിടിക്കുക ഭദ്രേട്ടാ. അവൾ കണ്ടുപിടിച്ചാലേ നമ്മുടെ കാര്യം കട്ട പുകയാ. അവൾ വരുന്നതിന് മുൻപ് അവൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഇവള് വരുന്നതിനേക്കാളും മുൻപ് രാധികാമ്മ ഗുണ്ടകളുമായിട്ട് വരും. നമ്മളെ തീർക്കും. ആ പേടി കൊണ്ടല്ലേ നമ്മൾ നേരത്തെ ഇങ്ങ് പോകുന്നത്. ഈ നാട്ടിലൊന്നും സേഫ് അല്ലടി. ഈശ്വരാ, അവനുണ്ടല്ലോ, അവൻ എന്നെ കൊല്ലുവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങുക. അപ്പം ഗീതു പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പ്രിയ വന്നു. ചേച്ചി ഇറങ്ങുകയാണെന്ന് ചോദിച്ചു. അത് ഇറങ്ങുകയാണ്. ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ താമസിക്കുമെന്ന് പറഞ്ഞ് ഗീതു ഇറങ്ങുമ്പോൾ, ചേച്ചി അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ് ചേച്ചി ചോദിച്ചില്ലേന്ന് ചോദിച്ചു പ്രിയ. ചോദിച്ചാലും അവർ സത്യം പറയില്ലല്ലോ മോളെ. എവിടെയോ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. വളഞ്ഞ വഴിയിലൂടെ അച്ഛൻ്റെ കയ്യിൽ നല്ലൊരു തുക എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇവിടുന്ന് പണം കിട്ടാനാണെന്ന് ചോദിച്ചപ്പോൾ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞു ഗീതു. ഒരു കാര്യം ചെയ്യാം, നീ അവരെ രഹസ്യമായിട്ടൊന്ന് വാച്ച് ചെയ്യണമെന്നുള്ള കാര്യം ഗീതു അന്നേരം പറഞ്ഞു. ഇവരെന്ത് തരികടിയാണ് നടത്തിയത് എന്നൊരു സൂചന കിട്ടിയാലേ നീ എന്നെ ഒന്ന് വിളിക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു ഗീതു. ശരിയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗീതു ഇവിടുന്ന് യാത്രയാവുക. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇറങ്ങിയപ്പോഴേക്കും മെമ്പർ വിളിക്കുകയാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ഗീതു അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞു. വിജയലക്ഷ്മി മേഡത്തിൻ്റെ വില്ലേജ് ഓഫീസിലെ പേപ്പറുകളൊക്കെ ശരിയായി എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി ഗീതുവിന്. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇതൊക്കെ പൊതുജന സേവനത്തിൻ്റെ കാര്യമല്ലേ എന്ന് ഗീതുവിനോട് മെമ്പർ. എന്തായാലും കാര്യങ്ങളൊക്കെ സാധിച്ചാലോ, ഗീതാഞ്ജലി ഇടപെട്ടത് കൊണ്ടാവും താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നൊക്കെ പോക്കുവരവ് നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി എനിക്ക് കരമടയ്ക്കാൻ പറ്റിയത്. എന്നിട്ട് ആ വില്ലേജ് ഓഫീസർ എന്താ എന്നെ വിളിക്കാതിരുന്നെന്ന് ഗീതു മനസ്സിൽ ചിന്തിക്കുക. ഹലോ, കേൾക്കാം, പറഞ്ഞോ മെമ്പറെ. മെമ്പറല്ല, കൗൺസിലറാ. ഓക്കെ. അയ്യോ, അറിയാതെ മെമ്പറിന്നാണ് നാവിൽ വരുന്നത് കേട്ടോ. പേപ്പറുകളൊക്കെ റെഡിയായ സ്ഥിതിക്ക് വിജയലക്ഷ്മി മേഡം നാളെ ആ വീട്ടിലേക്ക് താമസത്തിന് എത്തുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നാളെ വ്യാഴാഴ്ചയല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ വ്യാഴാഴ്ച നല്ല ദിവസമാണല്ലോ. അതെ 16 വർഷം പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്നൊരു കേസ് കെട്ടല്ലേ ഇപ്പോൾ റെഡി ആയത്. എന്തായാലും ഇപ്പോൾ വിജയലക്ഷ്മി മേഡത്തിന് അവകാശത്തോടെ ചെമ്പകശ്ശേരി തറവാട്ടിൽ താമസിക്കാമെന്നും പറഞ്ഞു. ഗീതുവിനും സന്തോഷമായി. അപ്പോൾ പുതിയ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നു. ചെമ്പകശ്ശേരി തറവാടല്ലേ? ഓക്കെ കൗൺസിലറെ, എന്നാൽ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഗീതു കുറേ നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഗീതു വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ തറവാട്ടിലേക്ക് താമസം മാറുന്ന കാര്യം എന്നോട് എന്താ മേഡം പറയാതിരിക്കുന്നത്? എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക. എന്നാലും അയാളെ ഒന്ന് പോയി കാണണമല്ലോ എന്ന് വിചാരിച്ച ഗീതു തറപ്പിക്കുക. അങ്ങനെ തറപ്പിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ നിന്നിങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഗീതു. അപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നു. എന്താ ചേച്ചി പറ്റിയേ? ആരെ ചേച്ചി വിളിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് നമ്മുടെ ഗീതു ഇറങ്ങുന്നു.
ഗീതു അങ്ങനെ പോകുന്നു നോക്കി നമ്മുടെ പ്രിയ അവിടെ നിൽക്കുവാണ്. എന്തായാലും ആ ഒരു സാഹചര്യം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗോവിന്ദിനെയാണ്. ഗോവിന്ദ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുമ്പോൾ രാധിക അവിടെ ഇരിപ്പുണ്ട്. കണ്ണാ, ഇന്നലെ നീ നമ്മുടെ റിസോർട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പപ്പ വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞാൻ എവിടെ പോകാനാ, ഞാനൊന്നും പോയില്ല. അല്ല, പോയി നമ്മയുടെ ആരാ പറഞ്ഞത്? വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് അജാസു പറഞ്ഞല്ലോ. എന്താ ഞാനറിയാത്ത എന്ത് ഇടപാടാണ് നിനക്കുള്ളത്? തിരിച്ച് നീ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? എന്താ നിനക്ക് എന്നോട് പറയാൻ പറ്റില്ലേ? ഇതിനിടയിൽ നീ എവിടെയാണ് പോയത്? നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ തൊരുതരാ ചോദിച്ചുകൊണ്ടിരിക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതായത് വിജയലക്ഷ്മി മേഡം പറഞ്ഞത് 16 വർഷങ്ങൾക്ക് മുൻപ് അറയ്ക്കൽ തറവാടിനോട് കേസ് പറഞ്ഞ് സ്വന്തമാക്കിയ എൻ്റെ സ്വന്തം തറവാട്ട് വീട്ടിലേക്കാണെന്ന് മേഡം പറഞ്ഞത്. അപ്പോൾ അത് കേട്ട ഇങ്ങനെ അന്തിച്ച് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിന്നത്. അതായത് ചെമ്പകശ്ശേരി വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് മേഡം ഗോവിന്ദനോട് പറഞ്ഞ കാര്യങ്ങൾ ഗോവിന്ദൻ ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിക്കും. ഞാൻ അവരെ കാണാൻ പോയ കാര്യം ഇപ്പം അമ്മയോട് പറയണ്ട, അത് പറഞ്ഞാൽ അമ്മയ്ക്ക് ആകെ ടെൻഷനാകും, അത് വേണ്ട എന്ന് ഗോവിന്ദ് സ്വയം നിന്ന് ചിന്തിക്കുന്നു. അപ്പോൾ പറയാനെന്താ മടി എന്ന അമ്മ, ഞാനറിയാത്ത എന്ത് രഹസ്യമൊക്കെ കണ്ടാ നിനക്കുള്ളത് പറ എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അറിയാത്ത എന്ത് മീറ്റിംഗാണ് നിനക്കുള്ളതെന്ന് രാധിക ചോദിച്ചപ്പം ഇത് പിന്നെ പെട്ടെന്ന് കൊടുത്തൊരു അപ്പോയിൻമെൻറ്റാണ്, അതുകൊണ്ട് പ്രോഗ്രാം ചാർട്ടിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഗോവിന്ദ്. ശരി എന്നിട്ട് മീറ്റിംഗ് സക്സസ് ആയിരുന്നോ എന്നിങ്ങനെ അമ്മ ചോദിക്കണു മകനോട്. പകുതി സക്സസ് ആയിരുന്നു, ഒരു സിറ്റിംഗ് കൊണ്ടൊന്നും അത് സക്സസ് ആകില്ല അമ്മേ, ഇനിയും 2-3 സിറ്റിംഗ് വേണ്ടി വരും. അമ്മ ടെൻഷൻ ആകണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗോവിന്ദ് അങ്ങ് പോയി. അതും പറഞ്ഞ് ഗോവിന്ദ് പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നെ കണ്ണനിൽ നിന്ന് അവൾ അകറ്റുമോ? അതിനുള്ള എന്തെങ്കിലും പണി ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആശാത്തിൽ നിന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. കണ്ണനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ആർക്കും സാധിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് രാധിക അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോഴാണ് ഈ വില്ലേജ് ഓഫീസറെ കാണാനായിട്ട് നമ്മുടെ ഗീതു വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നത്. അപ്പോൾ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളൊന്ന് ബപ്പപ്പ വെച്ചു. കാരണം ഗീതു ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇയാൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഗീതു ചോദിക്കുന്നതിനൊക്കെ ഇയാൾ ചുമ്മാ ബപ്പപ്പ വെച്ച് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പേപ്പറുകൾ ശരിയായതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഗീതു അറിയാത്ത രീതിയിൽ ചോദിക്കുവാണേ. പേപ്പർ റെഡി ആയില്ലേ, അതെന്താ റെഡി ആകാത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളുടെ വൈഫിന് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്നും അതുകൊണ്ട് ലീവ് 1 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നും അതുകൊണ്ട് ആ പേപ്പർ റെഡിയാക്കുന്ന സ്റ്റാഫ് ഇതുവരെ എത്തിയിട്ടില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ നുണ പറയുക ഗീതുവിനോട്. അപ്പോൾ പൊതുജനങ്ങളോട് ഒരു മര്യാദയും കാണിക്കാത്ത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെങ്കിൽ കാണാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അന്നേരം അയാൾ ഗീതുവിനോട് പറഞ്ഞു. അത് നിങ്ങളുടെ തോന്നലാണെന്നും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണം അല്ലെങ്കിൽ വീട്ടിലിരുത്തണമെന്ന് തീരുമാനിച്ച് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കുമെന്ന് ഗീതു പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ കയറി വന്ന് ഞങ്ങളെ ന്യായം പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അയാൾ ദേഷ്യപ്പെട്ടപ്പോൾ അല്ല സാറിന് എന്നോട് ചൂടാകുന്നു എന്ന് ചോദിച്ചു ഗീതു. സാറ് അഴിമതിരഹിത ഉദ്യോഗസ്ഥനല്ലേ, പിന്നെന്താ കുഴപ്പം? ഈ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടത് സാറിൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്, മറ്റൊന്നുമല്ല. ഒരു സെക്ഷനിലും ആളില്ലെങ്കിൽ അയാൾ മറ്റൊരാൾക്ക് ഡ്യൂട്ടി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ എന്നെ ചട്ടവും ന്യായമൊന്നും പഠിപ്പിക്കേണ്ട, സെക്ഷനിൽ പകലിൽ ആളെത്താതെ ഒന്നും നടക്കില്ലെന്ന് ഇയാൾ ഗീതുവിനോട്. അപ്പം സാർ ആർക്ക് വേണ്ടി ഈ കള്ളം പറയുന്നതെന്ന് ഗീതു അന്നേരം ചോദിച്ചു. വിജയലക്ഷ്മി മാമിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയറായി ഇവിടെ എത്തിയെന്നും കര അടച്ചു എന്നും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. കേട്ടല്ലോ, എനിക്ക് അവരുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും ആ വസ്തു ആരിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നും മാത്രം അറിഞ്ഞാൽ മതിയെന്നും ഗീതു പറഞ്ഞു. സാറ് വിചാരിച്ചാലേ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്കത് തരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം എനിക്കത് തരാൻ സമയമില്ലെന്ന് ഇയാൾ ഗീതുവിനോട് പറഞ്ഞു. അഥവാ സമയം ഉണ്ടാക്കിയാൽ തന്നെ ഇവിടെ കയറി വന്ന് ഇത്രയും അഹങ്കാരം പറഞ്ഞ തനിക്ക് അത് തരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലെന്നും ഇയാൾ ഗീതുവിനെ വെല്ലുവിളിക്കുന്നു. ഗീതു നിന്ന് തലയാട്ടി. ഇയാളൊരു കാര്യം ചെയ്യുക, വിവരാവകാശ പ്രകാരം താനൊരു അപേക്ഷ വയ്ക്കുക, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം ആ വഴി സാർ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒരു വിവരാവകാശവും വെക്കാതെ തന്നെ എനിക്കറിയാനുള്ളത് ഞാൻ അറിഞ്ഞിരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഗീതു അതും പറഞ്ഞു പോയപ്പോൾ ഇയാളൊന്ന് പേടിച്ചു കേട്ടോ. ഇയാൾ ആകെ ടെൻഷനായി വേഗം ഫോൺ എടുത്ത് രാധികയെ വിളിച്ചു. ഗീതു വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും ഗീതു ഒരു പേപ്പറുകളും കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഇനി അവൾ അവിടെ വരാതെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ഫോൺ വിളിച്ച് ഇയാൾ അങ്ങ് കട്ട് ചെയ്യുകയല്ല, നമ്മുടെ ഗീതു ഇയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു പോയെന്നാണ് ഇയാൾ വിചാരിച്ചത്. അയാൾക്ക് ഇടിവെട്ട് പണിയാണ് കൊടുത്തത്. അപ്പോൾ വിജയലക്ഷ്മിയുടെ സ്വത്തുക്കളെക്കുറിച്ച് ഗീതു അറിയാതിരിക്കാൻ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഗീതു കയ്യോടെ പിടികൂടി. എന്തായാലും വില്ലേജ് ഓഫീസർക്ക് ഇന്ന് സുഖ വഴിയാണ്. ഗീതു അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് സാറ് വിളിക്കേണ്ട ആളെ വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് കാത്തു നിന്നത് നമ്മുടെ ഗീതു പറഞ്ഞു.
താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും രാധിക പല്ലൂർമ്മ പിടിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഫോൺ കട്ട് ചെയ്തില്ലായിരുന്നു. രാധിക ഇതൊക്കെ കേൾക്കുന്നുണ്ടേ. ആ സമയം എനിക്ക് ഈ ഓഫീസിൽ നിന്നും കിട്ടേണ്ട വിവരങ്ങൾ ആരാണ് ഇത്രയും നാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് നമ്മുടെ ഗീതു പറയുന്നു. ഇതും രാധിക കേട്ടു. രാധിക ഞെട്ടി. രാധികയുടെ കളികൾ മുഴുവൻ പൊളിച്ചു. അവൾ ഓരോന്നായി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണല്ലോ. ഈ കണക്കിന് പോയാൽ എൻ്റെ എല്ലാ കൂട്ടലുകളും അവൾ തെറ്റിക്കും എന്നൊക്കെ രാധിക മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. ഒരു പൗരൻ അവകാശപ്പെട്ടാൽ നൽകാൻ കഴിയുന്ന നിയമപരമായ ആ ഒരു അവകാശങ്ങൾ തടഞ്ഞു വെച്ച വില്ലേജ് ഓഫീസറുടെ കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും നമ്മുടെ ഗീതു പറഞ്ഞു. വില്ലേജ് ഓഫീസർ ഞെട്ടി. പണി പോയിന്ന് മനസ്സിലായി. അങ്ങനെ സാറ് പറഞ്ഞതെല്ലാം ഇതിലുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ ഗീതു പറയുക. ഇനി താൻ സസ്പെൻഷൻ ലെറ്ററിന് വേണ്ടി കാത്തിരുന്നോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോയി. ഗീതു പോയി കഴിയുമ്പോൾ ഇയാൾ കിടന്ന് വെപ്രാളം കൂട്ടുവാണേ. അപ്പോഴേക്കും മേഡം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രാധികയോട് ഇയാൾ ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്താ എന്നെ വിശ്വാസമില്ലേ, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അവൾ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് രാധിക വലിയ ആളാകുന്നു. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് രാധിക ഇരുന്ന് ചിന്തിക്കാം, ഗീതുവിനെ തടയണം, ഗീതു സത്യം കണ്ടുപിടിക്കരുത്, ഗീതുവിനെ ബ്ലോക്ക് ചെയ്യണം, എങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുക. ഗീതുവും ഗോവിന്ദും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് കോടതി പരിഗണക്കെടുക്കണം. അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെലവായാലും ഞാനത് വഹിക്കും. വക്കീൽ ഒരു കാര്യം ചെയ്യുക, കോടതിയിൽ ഒരു അർജൻറ്റ് പെറ്റീഷൻ കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയുന്നു. പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റുമായിട്ട് നടക്കുകയാണ് രാധിക. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപർണികയെയും അതുപോലെ തന്നെ കിച്ചുവിനെയുമാണ്. അവർ രണ്ടുപേരും കൂടെ വന്ന് കുത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ കിച്ചു ഭാര്യയോട് പറയുകയാണ്, നമ്മളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ. അപ്പോൾ കിഷോർ കുറച്ച് ക്ഷമയോടെ ഇരിക്കാനും നിനക്കിവിടെ ജോയിൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലെന്നൊക്കെ എനിക്ക് അറിയാമെന്നും സ്വന്തം സ്ഥാപനം വിലയ്ക്ക് വാങ്ങിയവരോടൊപ്പം നിൽക്കാൻ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അപർണിക പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇറിറ്റേഷൻസ് ഒന്നും ഇവിടെ കാണിക്കരുതെന്നും പറഞ്ഞു. എന്തായാലും പേപ്പറുകളൊക്കെ റെഡിയായി വരാൻ താമസം എടുക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതു എങ്ങാനുമാണ് വരുന്നതെങ്കിൽ പണി കിട്ടുമല്ലോ. അപർണികയുടെ മുന്നിൽ വെച്ച് ഗീതു എല്ലാം വെട്ടിത്തുറന്ന് ചോദിച്ചാൽ അവിടെ തീരുമല്ലോ എന്നൊക്കെ പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ കിഷോർ. ആ സമയത്ത് അപർണികയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഹലോ എന്തോ കേൾക്കുന്നില്ല, ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അപർണിക ഈ ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് മാറിപ്പോയി. അപ്പോൾ റേഞ്ച് കിട്ടാതെ. അപ്പോഴേക്കും കിഷോർ അവിടെ നിന്ന് ടെൻഷൻ അടിക്കുക. അപ്പോഴേക്കും അടുത്ത സ്റ്റാഫ് വന്ന് കിഷോറിന് ചായ കൊടുത്തു. അപ്പോൾ മേഡം ഇപ്പം തന്നെ വരും, സാറ് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പോൾ ആദ്യം തന്നെ ഗീതുവിനെ കാണണ്ട, ജോയിൻ ചെയ്ത് നേർക്ക് നേരെ കാണുന്ന നല്ലത്. അപ്പോഴേക്കും അവളെ നേരിടാനുള്ളൊരു തൻ്റെ ഇടവും എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു നല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് അങ്ങ് വരുന്നു. അങ്ങനെ കയറി വരുന്ന നമ്മുടെ ഗീതു കിഷോറിനെ കണ്ടു. ഇവർ പരസ്പരം കാണുകയാണ്. എന്തായാലും ചായയൊക്കെ കുടിച്ച് സെറ്റപ്പായിട്ട് കിഷോർ ഇരിക്കുന്ന സമയത്ത് അങ്ങ് വരുന്നത്. നമ്മുടെ ഗീതുവിനെ കണ്ടപ്പോഴേക്കും കിഷോർ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു. അങ്ങനെ ഗീതു വന്ന് ഇവനെ ഇങ്ങനെ ആട്ടിമൂടി തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.